ഉത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ആദർശും നയനയും നന്ദും എല്ലാം നമ്മളെ അനിയെ തിരക്കിയുള്ള തെരച്ചിലാണ് കേട്ടോ. അപ്പം നമ്മൾ അനന്തപുരിയിലും എല്ലാം അനിയെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും. ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല സങ്കടത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്തും കനകയുടെ അടുത്തും പറയുന്നുണ്ട്, അച്ഛാ എനിക്കാണെങ്കിൽ അവനെ കണ്ടു കിട്ടാത്തതിൽ നല്ല സങ്കടമുണ്ട്, അവനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഞാനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോണിനകത്താണെങ്കിൽ പറയുന്നത് നമ്മളെ അനിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട്, അച്ഛാ ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗോവിന്ദനാണെങ്കിൽ കനകയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും ഇത്രയൊക്കെ ദേഷിച്ച് അവളുടെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് ആ ദേഷ്യമെല്ലാം മനസ്സിലിരുന്നിട്ട് അനിയടുത്ത് അവൾ അങ്ങനെ പെരുമാറിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ അനാമികയാണെങ്കിലും കാമുകൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, അവൻ വരാതിരുന്നാൽ മതിയായിരുന്നു, വരാതിരിക്കുമായിരുന്നെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഒരു വിധവയുടെ സിമ്പതിയൊക്കെ കിട്ടിയിട്ട് ഇവിടുത്തെ നിന്ന് സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയേനെ. അപ്പം പിന്നെ അതുമല്ല, പിന്നെ ഇവിടുത്തെ കിളവൻ തന്നെ പറഞ്ഞോളും, മോള് ചെറുപ്പമല്ലേ, അപ്പം വേറെ കല്യാണം കഴിച്ചോളാനൊക്കെ പറഞ്ഞോളൂ, അപ്പം നമുക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയമാണെങ്കിൽ നമ്മളെ പിന്നെ നവ്യയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ ചോദിക്കും, മോളെ എന്തായി വിവരമെന്ന് ചോദിക്കുമ്പം നമ്മൾ അനാമിക പറയും, അത് ഞാൻ അനിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു, അനിയയുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുമായിരുന്നു പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയും, ആ ഇവര അനിയത്തിക്ക് അറിയാമായിരിക്കുമല്ലോ, അവളുടെ കൂടെ ആയിരിക്കുമല്ലോ അവനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നവ്യ പറയും, എൻ്റെ അനിയത്തി അങ്ങനത്തെ സ്വഭാവമുള്ളവളൊന്നും അല്ല, പിന്നെ പോരെങ്കിൽ അനിയല്ലേ അങ്ങോട്ട് ചെല്ലുന്നേ, അല്ലാതെ എൻ്റെ അനിയത്തിയല്ലല്ലോ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സംസാരിച്ചിട്ട് നമ്മളെ നവ്യയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു പോകുന്നത് കണ്ടിട്ട് നമ്മളെ വേണു ആണെങ്കിൽ നന്ദുവിൻ്റെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. ഇവൾ ഈ രാത്രി എവിടെ പോകുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെ കണ്ടെത്തുന്നുണ്ട്, ഒരു അമ്പലത്തിൻ്റെ ആൾച്ചോട്ടിൽ അനി കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരെയും ടെൻഷനാക്കിയിട്ട് ഇവൻ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എല്ലാവരെയും ടെൻഷനാക്കിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്, നിനക്ക് വീട്ടിൽ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട്, അവിടെ ഒരു വിഷജന്തു ആണല്ലോ ഉള്ളത്, അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഒളിച്ചോടും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം നമ്മൾ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നെ കാണാത്തതിൽ എല്ലാവരും ഭയങ്കര വിഷമത്തിലും നിന്നെ തിരച്ചിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ടോ, ആർക്ക് വിഷമം വരാൻ, എല്ലാവരും അനാമികയുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എല്ലാവരും ഇരിക്കുന്നത്, അവളെക്കുറിച്ച് എല്ലാ സത്യങ്ങളും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടും ആർക്കും അതിന് ഒരു ഇതും ഇല്ല, ആർക്കും അതിനെക്കുറിച്ചൊരു ബോധമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ആണെങ്കിൽ അനാമികയുടെ ജീവിതമാണല്ലോ വലുതെന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയാലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പം നന്ദു പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട് അനിയെടുത്ത്. അനി പറയുന്നുണ്ട്, നിനക്ക് പോലും എന്നെ വേണ്ടല്ലോ, നിനക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, നീയും എന്നെ ഉപദ്രവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉപദ്രവിച്ചതൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പിടിച്ച് ഞാൻ ചെറുതായിട്ട് കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ചാരി വെച്ചതല്ലേ ഉള്ളൂ, അല്ലാതെ നിന്നെ ഞാൻ ഉപദ്രവിച്ചതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവും പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അങ്ങനെ വെറുക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലടോ, എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സാഹചര്യം കൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പം ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം വെച്ചാൽ അവൾ പിന്നെ നന്ദുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഇരുന്ന കാര്യമല്ലേ നമ്മൾ അനി കേട്ടത്. അപ്പോഴത്തേക്കും അനിയാണെങ്കിൽ ആ സന്തോഷം കൊണ്ട് നമ്മൾ അമ്പലം മുറ്റമെന്ന് പോലും നോക്കാതെ നമ്മൾ ആ നന്ദുവിനെ ആണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിൽ അനിയെ കെട്ടിപ്പിടിക്കുന്നതൊന്നും അല്ലായിരുന്നു, പക്ഷേ പിന്നെ നന്ദുവും മതി പറഞ്ഞ് അനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അനാമികയുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ വേണു ആണെങ്കിൽ ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ വേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ മോളെടുത്ത് പറഞ്ഞതാണ്, നന്ദുവിൻ്റെ കസ്റ്റഡിയിൽ തന്നെ അവൻ കാണുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എന്തായാലും വേണു പറയുന്നുണ്ട്, എന്തായാലും ഇനി എൻ്റെ മോൾക്ക് എന്തായാലും ഇവനെ ആവശ്യമില്ല, പിന്നെ എന്തായാലും ഇത് വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നമുക്കൊരു ആയുധമായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ആണെങ്കിൽ ഒന്നും വിടാതെ എല്ലാം നമ്മുടെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ വേണു ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇതൊരിപ്പോൾ ഒരു ആയുധമായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം, അവിടുന്ന് കിട്ടാൻ പറ്റുന്ന സ്വത്തുക്കൾ നമുക്ക് അടിച്ചു മാറ്റാം, പിന്നെ അത് കഴിഞ്ഞിട്ട് അനാമികയ്ക്കാണെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന കാമുകൻ്റോട് അവൾക്ക് ജീവിക്കുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വേണു ആണെങ്കിൽ ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദുവിനാണെങ്കിൽ കുറച്ച് ബോധമൊക്കെ വീണിട്ട് നന്ദു പറയുന്നുണ്ട്, അനി നീ എന്താ കാണിക്കുന്നത്, ഇതൊരു അമ്പലം മുറ്റമല്ലേ എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പം അത് എവിടെ നിന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഞാനത് എൻ്റെ മനസ്സിലാക്കി ഞാൻ കെട്ടിപ്പിടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണുകളൊന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.